മഹാദേവന്റെയും കാളിയുടെയും പ്രപഞ്ചം വിറയ്ക്കുന്ന ഒരു നൃത്തയുദ്ധം. ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത മാതാ കാളിയെ തോൽപ്പിക്കാൻ മഹാദേവൻ പ്രയോഗിച്ച ആ അതീവ തന്ത്രം. പണ്ട് പ്രകൃതിയും പുരുഷനും തമ്മിലുള്ള ഒരു വലിയ പോരാട്ടത്തിന് സാക്ഷ്യം വഹിച്ച ഇടമാണ് തില്ലൈ വനം. അവിടെ ആദിശക്തിയുടെ രൗദ്ര രൂപമായ മാതാ കാളി തന്റെ സംഹാര രൂപത്തിൽ നൃത്തം ചെയ്യുകയായിരുന്നു. പ്രപഞ്ചത്തെ വിറപ്പിക്കുന്ന ആ താണ്ഡവത്തിന്റെ വേഗതയും ശക്തിയും അത്രയ്ക്ക് ഉഗ്രമായിരുന്നു. മാതാ കാളിയുടെ ഓരോ ചുവടിലും ഭൂമി പിളരുകയും ആകാശത്ത് കരിമേഘങ്ങൾ ഉരുണ്ടുകൂടുകയും ചെയ്തു. ഭയപ്പെട്ടുപോയ ദേവന്മാർക്കും ഋഷിമാർക്കും ആ ക്രോധത്തെ തടയാൻ കഴിഞ്ഞിരുന്നില്ല. പ്രപഞ്ചം മുഴുവൻ ഒരു മഹാപ്രളയത്തിന് നീങ്ങുകയാണോ എന്ന് എല്ലാവരും ഭയന്നുപോയി. ആ നിമിഷമാണ് കൈലാസത്തിന്റെ ശാന്തത വെടിഞ്ഞ് ശ്മശാന ഭസ്മം പൂശിയ ദേഹവും ജടയിൽ ഗംഗയുമായി മഹാദേവനോട് പ്രത്യക്ഷപ്പെട്ടത്. മാതാ കാളിയുടെ അടങ്ങാത്ത ക്രോധം ശമിപ്പിക്കാൻ മഹാദേവൻ അവളുടെ മുന്നിലെത്തി. ക്രോധത്താൽ ജ്വലിച്ചു നിൽക്കുന്ന മാതാ കാളിയെ നോക്കി മഹാദേവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ദേവി, അങ്ങയുടെ ഈ നൃത്തം പ്രപഞ്ചത്തെ തകർക്കുന്നു. ശക്തിയുടെ ഈ പ്രകടനം അവസാനിപ്പിക്കാൻ നമുക്കൊരു മത്സരം നടത്തിയാലോ? കലകളുടെയും താളത്തിന്റെയും ലോകത്ത് ആരാണ് ഏറ്റവും മികച്ച നർത്തകർ എന്ന് ഈ ലോകം ഇന്ന് കാണട്ടെ. എന്റെ ചുവടുകളെ വെല്ലാൻ അങ്ങേക്ക് കഴിയുമോ? തന്റെ ശക്തിയിൽ അത്രയധികം വിശ്വാസമുണ്ടായിരുന്ന മാതാ കാളി ആ വെല്ലുവിളി അഭിമാനത്തോടെ സ്വീകരിച്ചു. തില്ലൈ വനത്തിൽ സംഗീതം ഉയർന്നു. നന്ദികേശൻ മൃദംഗം വായിച്ചു തുടങ്ങി. ദേവന്മാർ താളം പിടിച്ചു. മാതാ കാളി തന്റെ ആദ്യ ചുവടുകൾ വെച്ചു. ആ പാദങ്ങൾ മണ്ണിൽ അമർന്നപ്പോൾ ഭൂമിയും കടലും അലറി വിളിച്ചു. കാളിയുടെ നൃത്തം വെറുമൊരു നൃത്തമായിരുന്നില്ല, അത് പ്രകൃതിയുടെ സംഹാര രൂപമായിരുന്നു. കാളിയുടെ ഓരോ വേഗമേറിയ ചലനത്തിനും മറുപടിയായി മഹാദേവൻ അതീവ ശാന്തനായി, എന്നാൽ അതിശക്തമായി ആടി. കാളി വായുവിൽ കറങ്ങുമ്പോൾ മഹാദേവൻ ആകാശത്തോളം ഉയർന്നു. കാളി രൗദ്രഭാവത്തിൽ ചുവടുകൾ വയ്ക്കുമ്പോൾ മഹാദേവൻ ആനന്ദ താണ്ഡവത്തിന്റെ മാസ്മരികത തീർത്തു. ആർക്കും ആരെയും തോൽപ്പിക്കാൻ പറ്റാത്ത വിധം രണ്ടുപേരും തുല്യ ശക്തികളായി മാറി. പ്രപഞ്ചം മുഴുവൻ ആ നൃത്തത്തിന്റെ താളത്തിനൊപ്പം സ്പന്ദിച്ചുകൊണ്ടേയിരുന്നു. മത്സരം അതിന്റെ ഉച്ചസ്ഥായിയിലെത്തിയപ്പോൾ കാളിയെ പരാജയപ്പെടുത്താൻ മഹാദേവൻ തന്റെ യോഗശക്തിയാൽ ഒരു തന്ത്രം പ്രയോഗിച്ചു. നൃത്തത്തിന്റെ അതിവേഗ ചലനങ്ങൾക്കിടയിൽ ഭഗവാന്റെ വലത്തെ കാതിലെ മനോഹരമായ കുണ്ഡലം താഴെ വീണു. എന്നാൽ നൃത്തത്തിന്റെ ഒരു താളം പോലും പിഴയ്ക്കാൻ അദ്ദേഹം അനുവദിച്ചിരുന്നില്ല. മൃദംഗത്തിന്റെ അടുത്ത ശബ്ദത്തിന് മുൻപേ മഹാദേവൻ തന്റെ ഇടതുകാൽ ആകാശത്തോളം ഉയർത്തി. താഴെ വീണ കമ്മൽ തന്റെ കാൽ വിരലുകൾ കൊണ്ട് അതിവിദഗ്ധമായി കോരിയെടുത്തു. ആ കാൽ നേരെ തന്റെ കാതിനടുത്തേക്ക് എത്തിച്ച് കൈകൾ ഉപയോഗിക്കാതെ തന്നെ കമ്മൽ വീണ്ടും കാതിലണിഞ്ഞു. ആകാശത്തേക്ക് കുതിച്ചുയർന്ന ആ ഒറ്റ കാലിലുള്ള വിസ്മയകരമായ നൃത്ത ചുവടാണ് ഊർധ്വ താണ്ഡവം. ദേവന്മാരും ഋഷിമാരും ഭയഭക്തിയോടെ ഹർ ഹർ മഹാദേവ് എന്ന് വിളിച്ചുകൊണ്ട് ആ കാഴ്ച കണ്ട് സ്തംഭിതരായി നിന്നു. മഹാദേവന്റെ ആ അത്ഭുത പ്രകടനം കണ്ട് മാതാ കാളി ഒരു നിമിഷം ചലനമറ്റവളെ പോലെ നിന്നുപോയി. മഹാദേവൻ ചെയ്ത അതേ ചുവട് കാളിയും ആവർത്തിക്കേണ്ടതുണ്ട്. എന്നാൽ തന്റെ കാൽ അത്രയും ഉയർത്തി സദസ്സിന് മുന്നിൽ നിൽക്കുക എന്നത് സ്ത്രീ സഹജമായ ലജ്ജയാൽ ദേവിക്ക് അസാധ്യമായി തോന്നി. അത് കേവലം ഒരു ശാരീരികമായ പരിമിതി അല്ലായിരുന്നു, മറിച്ച് ആദിശക്തിയുടെ ഉള്ളിലെ മാതൃ സഹജമായ വിനയവും ലജ്ജയുമായിരുന്നു. തുടർന്ന് മാതാ കാളിയുടെ ക്രോധം ഇല്ലാതാകുകയും ഒരു ചെറു പുഞ്ചിരിയോടെ മാതാ കാളി മഹാദേവനോട് തോൽവി സമ്മതിക്കുകയും ചെയ്തു. തുടർന്ന് പ്രപഞ്ചം വീണ്ടും ശാന്തമായി. തനിക്ക് ആ ചുവട് ചെയ്യാൻ കഴിയില്ലെന്ന് സമ്മതിച്ചുകൊണ്ട് മാതാ കാളി ഭഗവാന് മുന്നിൽ ശിരസ് നമിച്ചു. മഹാദേവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ദേവി, നീ പരാജിതയല്ല, നിന്റെ ശക്തി അപാരമാണ്. എന്നാൽ ലോകം ശാന്തമാകാൻ ഈ വിജയം അനിവാര്യമായിരുന്നു. ഇനി എന്റെ ഈ ക്ഷേത്രത്തിന് പുറത്തായി തില്ലൈ കാളി എന്ന പേരിൽ അങ്ങ് കുടികൊള്ളുക. അങ്ങയെ വണങ്ങാതെ ആരും എന്നെ ദർശിക്കുകയില്ല. അങ്ങനെ ഇന്നും തമിഴ്നാട്ടിലെ ചിദംബരത്ത് നടരാജനെ കാണാൻ പോകുന്നവർ ആദ്യം തില്ലൈ കാളിയെ വണങ്ങണം എന്നാണ് ആചാരം. കഥ ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. ഹർ ഹർ മഹാദേവ്, ജയ് മാതാ കാളി.